മാതാപിതാക്കളുടെ നിശബ്ദ സ്നേഹത്തിൻ്റെ പിന്തുണയിൽ റോൺ സോളമൻ നേടിയത് ഫുൾ എ+ വിജയമാണ്. ബധിരരും മൂകരുമായ മാതാപിതാക്കളുടെ മകനായ റോണിൻ്റെ വിജയം ഒരു നാടിനാകെ ആഹ്ലാദം പകരുകയാണ്. പാവറട്ടിക്കടുത്ത് പേരകം സ്വദേശികളായ ചിരൻ സോളമനും സിബി സോളമനുമാണിത്. ബധിരരും മൂകരുമായ ഇരുവരുടെയും വിവാഹം വലിയ വാർത്തയായിരുന്നു. രണ്ടുപേരും ഒരേ പരിമിതികൾ നേരിടുന്നവരായതിനാൽ ഇവർ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് സംശയിച്ചു നിന്ന സമൂഹത്തിന് മുന്നിൽ അഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കുകയാണ് ഇവർ. 2 ആൺമക്കളാണ് ഇവർക്കുള്ളത്, റോണും റിഷോണും. ഇതിൽ റോണാണ് ഈ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ അവസരമൊരുക്കിയത്. ഇത്തവണത്തെ SSLC പരീക്ഷയിൽ ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിൽ 14 പേർക്കാണ് ഫുൾ എ+ ലഭിച്ചത്. അതിലൊരാൾ ഈ കുടുംബത്തിലെ റോൺ സോളമനാണ്. സത്യത്തിൽ പറഞ്ഞാൽ പ്രതീക്ഷയിൽ കിട്ടുന്നു. കാരണം 2-3 വിഷയങ്ങൾ ടഫ് ഉള്ള പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊട്ടും പ്രതീക്ഷയിൽ 10 A+ കിട്ടുന്ന. പിന്നെ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് സംശയമായി. പിന്നെ കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഫുൾ എ+ ആണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കിട്ടിയതിന്. ഞാൻ പോലും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു ഇതായ കാരണം ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. മാതാപിതാക്കൾ 2 പേരും ബധിരരും മൂകരുമായിരുന്നെങ്കിലും ഇരുവരും SSLC വരെ പഠിച്ചവരാണ്. മാതാപിതാക്കളുടെ പരിമിതികൾ തങ്ങളുടെ പഠനത്തെയോ ജീവിതത്തെയോ ഒരിക്കലും പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്ന് റോൺ പറയുന്നു. അമിതമായ നിർബന്ധവും മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പരീക്ഷയുടെ അടുത്ത ദിനങ്ങളിൽ മാത്രം നേരത്തെ ഉണർത്തി പഠിക്കാൻ ഓർമ്മപ്പെടുത്തുമായിരുന്നു. സ്കൂളിലെ ഈവനിംഗ് ക്ലാസും അധ്യാപകരുടെ പ്രത്യേകമായ കരുതലും ഏറെ സഹായിച്ചിട്ടുണ്ടെന്ന് റോൺ പറഞ്ഞു. ഒപ്പം ട്യൂഷനും പോയിരുന്നു. പേരൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാലത്ത് എണീക്കാനും പഠിക്കാനൊക്കെ ഡെയിലി ഇങ്ങനെ പറയും. പിന്നെ ട്യൂഷൻ മാഷ് പറയും, സഹായിക്കുക. ആള് പറയും സ്കൂളില്ലാത്ത ദിവസം അവിടെ വന്നിരുന്നാൽ പഠിപ്പിച്ചു തരാം. പിന്നെ സ്കൂളിലായാലും മോർണിംഗ് ഈവനിങ് ക്ലാസ്സുകളായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ടീച്ചർമാരൊക്കെ. ഈവനിങ് ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാന്നുള്ള ക്ലാസ്സുകൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം മൊത്തമായിട്ട് അങ്ങ് പഠിച്ചെഴുതണ്ട, നമുക്ക് മനസ്സിലായത് എഴുതിയാൽ മതി. അങ്ങനെ കുറേ ട്രിക്കുകളൊക്കെ അവർ പറഞ്ഞു തരും ഈവനിങ് ക്ലാസ്സിൽ. മാതാപിതാക്കളുടെ താരാട്ടുപാട്ട് കേൾക്കാനോ ശാസനകൾ കേൾക്കാനോ ഭാഗ്യമുണ്ടായില്ലെങ്കിലും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാൻ മക്കൾക്കാകുന്നുണ്ട്. സോളമൻ്റെയും സിബിയുടെയും മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമാണ് മക്കളെ ശബ്ദത്തിൻ്റെയും ഭാഷയുടെയും ലോകത്തെ പരിചയപ്പെടുത്തിയത്. കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ഇവർ കടന്നുപോയതെന്ന് ബന്ധുവായ ഷാജി റാഫേൽ പറഞ്ഞു. ഇവർക്ക് കേൾവി ശക്തിയില്ല, പിന്നെ സംസാരമില്ലാത്ത കാരണം തൊട്ട് കഴിഞ്ഞാലാണ് അറിയാം. അപ്പോൾ ഒരു റൂമിൽ കുഞ്ഞുകുട്ടീനെ ജനിച്ച ഉടനെ കുഞ്ഞുകുട്ടീനെ അവിടെ കിടത്തി പരിപാലനം പരിപാടികൾ വരുമ്പോൾ അതിന് ബുദ്ധിമുട്ടിന് പാരമ്പര്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ വാതിൽ ഒരു പാളി, ബെഡ്റൂമിൻ്റെ ഒരു പാളി, ഒരു വാതിൽ 2 വാതിലിൻ്റെ ഒരു പാളി തുറന്നിട്ടിട്ട് അവിടെ ഒരു വടി എന്തെങ്കിലും വെച്ചിട്ട് ഒരു വാതിലുമേ തട്ടി അല്ലെങ്കിൽ അവരെ കാലുമേ എന്തെങ്കിലും പെട്ടെന്ന് തട്ടി സ്പർശനം ഉണ്ടാക്കിയിട്ട് അവരെ അറിയിക്കുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവർ ഉണരും. അങ്ങനെ കുട്ടിക്ക് പാൽ കൊടുക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അതൊരു വലിയൊരു ട്രെയിനിങ് തന്നെ ഇവർക്ക് അവരെ സംസാരിക്കാത്ത ഒരു കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അവരിലൂടെയാണ് അവരത് പഠിച്ച് അങ്ങനെ ഒരു പല ടെക്നിക്കുകളുണ്ട് അതിൽ ആ വളർത്തലിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെയാണ് അവരൊരു വളർന്നു വന്നത്. പിന്നെ തുടക്കത്തിൽ കുഞ്ഞുമക്കൾ അപ്പനമ്മരും കൂടി നോക്കുമ്പോൾ അപ്പനമ്മ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ തിരിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് അവർ അറിയുന്നുള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ മറ്റ് ഇവരെ അമ്മമാരാണ് ഇവർക്ക് കൂടുതൽ പരിപാലനവും സംരക്ഷണവും എഴുത്തിനെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെയാണ് അവരെ ചെറുപ്പം ഡെവലപ്പ് ചെയ്തു പോകുന്നത്. പരിമിതികളും പ്രതിസന്ധികളും മറികടന്ന് മകൻ മികച്ച വിജയം നേടിയപ്പോൾ വിജയിച്ചത് ഒരു കാലത്ത് സമൂഹം സംശയത്തോടെയും ചിലപ്പോഴെങ്കിലും പരിഹാസത്തോടെയും നോക്കിക്കണ്ട ഇവരുടെ ദാമ്പത്യ ജീവിതം കൂടിയാണ്. നെഞ്ചു നിറയുന്ന സന്തോഷം വാക്കുകളിൽ ആവാഹിക്കാനോ ആരവങ്ങൾ മുഴക്കാനോ കഴിയുന്നില്ലെങ്കിലും സ്നേഹത്തിൻ്റെ ഭാഷയായ ആലിംഗനം കൊണ്ടും നിശബ്ദ ചുംബനം കൊണ്ടും പൊന്നുമോൻ്റെ വിജയം ആഘോഷിക്കുകയാണവർ. മറൈൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരു ജോലി സ്വപ്നം കാണുന്ന മകന് തുടർ പഠനത്തിനുള്ള വഴിയൊരുക്കാൻ പെയിൻറ്റിംഗ് തൊഴിലാളിയായ സോളമന് ഒരു വേലിനെ വകവയ്ക്കാതെ ഇനിയുമേറെ വിയർപ്പൊഴുക്കേണ്ടി വരും. എങ്കിലും പ്രതീക്ഷയോടെ തന്നെ ഈ കുടുംബം മുന്നോട്ട് പോവുകയാണ്. ഒപ്പം പിന്തുണയുമായി ഒരു നാട് മുഴുവൻ ഒപ്പമുണ്ട്.